ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമോ ദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു പ്രൊമോയിൽ ഭയങ്കര ഞെട്ടിക്കുന്ന സംഭവങ്ങളാട്ടോ. നമ്മുടെ നന്ദൻ നമ്മുടെ ആ ഒരു പോലീസുകാരുടെ അടുത്ത്, നമ്മുടെ വസുന്ധര മാഡത്തിന്റെ അടുത്ത് പോയി ചെന്ന് പറയുന്നുണ്ട്, എനിക്ക് പറ്റിയ ഒരു കയ്യബദ്ധമാണ് ആ ഒരു കൊലപാതകം, എന്നെ ശിക്ഷിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദൻ കീഴടങ്ങിയാട്ടോ. ഇനി അത് സ്വപ്നമാണോ സത്യമാണോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ദേവി എവിടെയെന്നൊക്കെ പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ അതിന് മറുപടിയൊന്നും നമ്മുടെ നന്ദൻ പറയുന്നില്ല കേട്ടോ. ദേവി എവിടെയാണെങ്കിൽ അവിടെ ഇരുന്നോട്ടെ എന്നാട്ടോ പറയുന്നത്. ദേവി എവിടെയാണെന്നുള്ള ഒരു മറുപടിയൊന്നും കൊടുക്കുന്നില്ല. പകരം ആ ഒരു കുറ്റമേറ്റ് പറച്ചിലാട്ടോ നടക്കുന്നത്. ഇനി നമ്മുടെ സിദ്ധാർത്ഥിന്റെയോ പ്രഭാവതിയുടെ ഒരു സ്വപ്നമാണോ എന്നും അറിയില്ല കേട്ടോ. എന്തായാലും അങ്ങനത്തെ കുറച്ച് രംഗങ്ങൾ തന്നെയാട്ടോ. പിന്നീട് നമ്മുടെ പ്രഭാവതി പഴയതുപോലെ നമ്മുടെ രജനിയെ, നിങ്ങൾ 3 പേര് കാരണമാണ് നമ്മുടെ ഈ കുടുംബത്തിന് ഇങ്ങനെ ഒരു ഗതി വന്നത്, ഞാൻ പറയുന്നത് പോലെയൊക്കെ കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഗതി വരുമായിരുന്നോ എന്നൊക്കെ ചോദിച്ച് ആ ഒരു പഴി ചാരുന്ന നിമിഷങ്ങളും തന്നെയാണ് നമ്മുടെ സുഗമോ ദേവി പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ നന്ദൻ്റെ കാര്യമാണ്, അത് സത്യമാണോ അല്ലെങ്കിൽ സ്വപ്നമാണോ എന്നൊക്കെയാട്ടോ നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത്. നന്ദൻ ഇനി ജയിലിലേക്കാണോ പോകുന്നത് എന്നൊക്കെയാട്ടോ നമുക്ക് ഇനി സുഗമോ ദേവിയിൽ കാണേണ്ട ഒരു കാഴ്ച. അപ്പം എന്തായാലും കാത്തിരുന്ന് തന്നെ കാണും. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.